ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല സമയത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ശേഷാൽ മീറ്റിംഗിൽ കഴിയുന്ന കർത്താവിൻ്റെ സച്ചിൻ പാസ്റ്റർ കുടുംബം, ബഹുമാനരായിട്ടുള്ള ദൈവദാസന്മാർ, വർഷിപ്പിടിക്കുന്ന ഫിലോബർ കുടുംബം, ബെഞ്ചമിനങ്ങളുടെ കുടുംബം, മറ്റുള്ള എല്ലാ ബഹുമാനരായ ദൈവദാസന്മാരെയും ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള നിസ്തുല സ്നേഹവന്ദനത്തെ ഈ സമയം അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഒരിക്കൽ കൂടെ വിവിധ ടൈം സോണുകളിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ശേഷം ഈ റോമ ലേഖന പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ആർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ റോമാലേഖനം താൻദാസ് പറഞ്ഞ പോലെ 12-ാം അധ്യായമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച ചിന്തിപ്പാൻ കർത്താവ് നമ്മളെ സഹായിച്ചത്. ഒന്ന് ഷെയർ ചെയ്യാനായിട്ടൊന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ റോമാലേഖനം 12-ാം അധ്യായം മൂന്ന് ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലിവിങ് സാക്രിഫൈസ് 1 മുതൽ 2 വരെയുള്ള 1-2 വാക്യങ്ങൾ, പിന്നെ പ്രോപ്പർ യൂസ് ഓഫ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, ആത്മീയ വരങ്ങളുടെ ശരിയായ വിനിയോഗം 3 മുതൽ 8 വരെയുള്ള. ഇവിടെയാണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. ഇന്ന് തുടർന്ന് 9 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിപ്പാൻ കർത്താവിലെ ശരണം പ്രാപിക്കുന്നു. പ്രിൻസിപ്പിൾസ് ഓഫ് ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച ഭാഗങ്ങൾ എന്ന് പറയുന്നത്, ഒരു 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 ഭക്തൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ അവനെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ച് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവം തിരിച്ചറിഞ്ഞ് ജീവിക്കണമെന്നും നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം നമ്മുടെ മേൽ ദൈവം പകർന്ന വിശ്വാസത്തിൻ്റെ അളവിനൊത്തവണ്ണം, അല്ല കൃപാവരങ്ങൾക്കൊത്തവണ്ണം നമ്മൾ നമ്മുടെ വരങ്ങൾ ശരിയായിട്ട് വിനിയോഗിക്കണമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച് നിർത്തിയത്. എന്നാൽ തുടർന്ന് നമ്മൾ 9 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രിൻസിപ്പിളിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനകത്ത് ഓരോ വാക്യങ്ങളും നമ്മളൊന്ന് പരിശോധിച്ച് പോകുന്നത് നല്ലതായിരിക്കും. ഞാൻ ഈ ഭാഗങ്ങൾ നമ്മൾ പലപ്പോഴും ധ്യാനിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്. എന്നാൽ ഈ റോമാലേഖനം എന്ന് പറയുന്ന ഒരു അപ്പോസ്തോലിക ഉപദേശമാണ്. അത് റോമാലേഖനത്തിൽ പൗലോസ് പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച ആ ഉപദേശം അത് ഹൃദയം അത് അനുസരിക്കുവാനുള്ള ആ ഒരു താല്പര്യം നമുക്കുണ്ടായിരിക്കണം. റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ അതിനെപ്പറ്റി പ്രത്യേകമായിട്ട് പൗലോസ് എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ റോമൻ 6:17, എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്രിസ്തീയ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നീതി നമ്മളിലൂടെ നടപ്പാകുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. അതാണ് ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ നീതി എന്നിലൂടെയും നിങ്ങളിലൂടെയും വെളിപ്പെടണം എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഗ്രേറ്റ് കമ്മീഷനിൽ പറയുന്ന മത്തായി 28:18-19-20 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ ഉപദേശിക്കണം. അപ്പോൾ ഒരു ശിഷ്യൻ എന്ന് പറയുന്നത് കർത്താവ് പഠിപ്പിച്ച ഉപദേശങ്ങളെ നമ്മൾ പ്രമാണിക്കുക എന്നുള്ളതാണ്. അതാണ് അപ്പോസ്തലന്മാർ എല്ലാ കാലവും പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് ഈ ലേഖനങ്ങളിലാണ്, റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെയുള്ള ആ ഭാഗങ്ങളിലൊക്കെ അപ്പോസ്തോലിക ഉപദേശം ഉണ്ട്. നമുക്ക് ദൈവസഭയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോസ്തോലിക ഉപദേശങ്ങൾ എന്നുള്ളത് ഞാൻ ആമുഖമായിട്ട് പറയുകയാണ്. ഇവിടെ 9-21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്,
ക്രിസ്തുവിൻ്റെ ഇമേജാണ് ഇവിടെ വെളിപ്പെടുന്നത്. കർത്താവ് ഈ ഭൂമിയിൽ എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ജീവിച്ചത്, അതുപോലെ നമ്മളും ജീവിപ്പാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരു ക്രൈസ്റ്റ് ഇമേജ് നമ്മളിലൂടെ വെളിപ്പെടുക. നമുക്ക് നമ്മുടെ ജഡം കൊണ്ട് ഇത് സാധിക്കുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ആ ശക്തി കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് കഴിയും. അതിന് നമുക്കൊരു ഉത്സാഹമുണ്ടെങ്കിൽ നമുക്കതിനെ സാധിക്കും എന്നുള്ള ഒരു കാര്യം ആമുഖമായിട്ട് പറയുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ ഒരു അടിസ്ഥാനമായി രൂപപ്പെടട്ടെ. അത് നമ്മുടെ ഹൃദയത്തിനകത്ത് അതൊരു ബേസായിട്ട് കിടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭാഗങ്ങളെ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാനും അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ചെയ്യുവാനുമായിട്ട് കഴിയുകയുള്ളൂ എന്ന് ഓർപ്പിക്കുന്നു. 9-ാമത്തെ വാക്യത്തിലോട്ട് കടക്കുമ്പോൾ അവിടെ പറയുന്നു, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. അപ്പൊ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിനകത്ത് ഒരു നന്മയില്ല. അത് റോമാലേഖനം 7-ാം അധ്യായം പൗലോസ് നമ്മളെ പഠിപ്പിച്ചു. നമ്മുടെ ശരീരത്തിനകത്ത് നന്മ വസിക്കുന്നില്ല എന്ന് നമ്മൾ അറിയും. അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു ഹോർമോൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിലില്ല. നമ്മുടെ സ്നേഹമെല്ലാം മാനുഷിക സ്നേഹമാണ്. ഇവിടെ പൗലോസ് ഉദ്ദേശിക്കുന്ന ദൈവ സ്നേഹം നമ്മുടെ ഹൃദയത്തിനകത്ത് വന്നാലേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ. ഇവിടെ പറയുന്ന ഒരു സ്നേഹത്തിനകത്തൊരു ഹിപ്പോക്രസി പാടില്ല. ലവ് മസ്റ്റ് ബി സിൻസിയർ, ഹേറ്റ് വാട്ട് ഈസ് ഈവിൾ, ക്ലിങ് ടു വാട്ട് ഈസ് ഗുഡ്. നല്ലതിനോട് ക്ലിങ് ആയി അല്ലെങ്കിൽ പറ്റിച്ചേരുക. ലവ് മസ്റ്റ് ബി സിൻസിയർ. അതിനകത്തൊരു ഹിപ്പോക്രസി പാടില്ല. ഒരു ഭക്തന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ സ്നേഹത്തിൽ കപടം പാടില്ല. അപ്പോൾ ഈ അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ ഈ എന്താണ് നിർവ്യാജ സ്നേഹം, അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 1:1-5 പറയുന്നത് ഇങ്ങനെയാണ്. അതിനടുത്ത് തീമോഥെയോസിന് ഒരു കൽപ്പന കൊടുക്കുകയാണ്. അവിടെ പറയുന്നു, ഈ കൽപ്പനയുടെ അല്ലെങ്കിൽ ആജ്ഞയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം. അതാണ് നിർവ്യാജ സ്നേഹം. ഇതിനകത്താണ് കാപട്യമില്ലാത്ത ഒന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു നല്ല മനസാക്ഷി ഉള്ളവനായിരിക്കും, അത് വിശ്വാസം, അത് സിൻസിയർ ആയിരിക്കും, സിൻസിയർ ഫെയ്ത്ത് ആയിരിക്കും, ഒരു പ്യുവർ ഹാർട്ട്. ഇതെല്ലാം കർത്താവ് ഓൾറെഡി നമ്മളെ ശുദ്ധീകരിച്ച് നീതീകരിച്ച് അവൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. അങ്ങനെ പരിശുദ്ധാത്മാവ് ഉള്ള ഒരു വ്യക്തിയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങൾ ഒന്നാണ് ഫലത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് സ്നേഹം ആണ്. അത് നിർവ്യാജമായിരിക്കണം എന്ന് ഇവിടെ പറയുന്നു. നമുക്കറിയാലോ സ്നേഹത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ 13-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളൊക്കെ സ്നേഹത്തിൻ്റെ ഒരു വലിയ ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹത്തിൻ്റെ ആഴം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്കതൊന്ന് ഇവിടെ നിന്ന് ഇപ്പോഴൊന്ന് വായിക്കപ്പെടുന്നു. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും. സ്നേഹത്തിന്റെ ഒന്നാമെന്ന് പറഞ്ഞാൽ ദീർഘമായി, അത് ക്ഷമയുടെ ഒരു കാര്യമാണ്. ദീർഘമായി ക്ഷമിക്കുന്ന ഒന്നാണ് സ്നേഹം. സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ നമുക്കത് ക്ഷമിക്കുവാനായിട്ട് കഴിയത്തില്ല. ദയ കാണിക്കുകയും ചെയ്യും. മറ്റുള്ളവരോട് ദയ കാണിക്കാൻ പറ്റും. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. സ്നേഹത്തിനകത്തൊരു അസൂയയില്ല, സ്പർദ്ധയില്ല. സ്നേഹം നിഗളിക്കുന്നില്ല. സ്നേഹത്തിനകത്തൊരു നിഗളഭാവം വരുന്നില്ല, ചീർക്കുന്നില്ല. അത് പലപ്പോഴും നമ്മളെ ചീർത്തു പോകുന്നില്ല. ഞാൻ എന്തൊക്കെയാണെന്നുള്ള ഒരു ചീർത്ത ഭാവം പൗലോസ് പറയും, നിങ്ങളുടെ അറിവ് നിങ്ങളെ ചീർപ്പിക്കുന്നു. നമ്മൾ പലപ്പോഴും അറിവുള്ളവർ ചിലരുടെ ആ ഭാവങ്ങളെ കണ്ടാൽ അവർ ചീർത്തിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല. അപ്പൊ കർത്താവിന് അയോഗ്യമായിട്ട് നടക്കില്ല. കർത്താവിന് യോഗ്യമാമെണ്ണം നടക്കുന്നത് സ്നേഹത്തിന്റെ ഒരു എക്സ്പ്രഷൻ ആയിട്ടാണ് ഇവിടെ ദൈവജനം നമ്മെ ഓർപ്പിക്കുന്നത്. അടുത്ത സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. നമ്മുടെ സെൽഫിഷ് മെന്റാലിറ്റി ഇവിടെ നമുക്കറിയാം. ഇവിടെ നമ്മൾ വസിക്കുന്ന ഈ നോർത്ത് അമേരിക്കയിലെല്ലാം ഇവിടെയുള്ള ആൾക്കാരെല്ലാം വളരെ സെൽഫിഷ് മെന്റാലിറ്റി ഉള്ളവരാണ്. പക്ഷെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും നമ്മൾ ആ കൾച്ചർ ഫോളോ ചെയ്യാനല്ല. നമ്മുടെ കൾച്ചർ ദൈവരാജ്യത്തിൻ്റെ കൾച്ചറാണ്. ദൈവമക്കൾക്ക് എപ്പോഴും നമ്മുടെ ഗ്ലോബൽ ചർച്ചാണ്. ഗ്ലോബൽ ചർച്ച അല്ലെങ്കിൽ ആഗോള സഭയിൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ
സുവിശേഷം അല്ലെങ്കിൽ ആ നീതി വെളിപ്പെടുത്തുവാനാണ്. നമ്മൾ ഈ രാജ്യത്തിൻ്റെ സിസ്റ്റം ഫോളോ ചെയ്യാനല്ല, നമ്മളായിരിക്കുന്ന ദേശത്തിൻ്റെ സിസ്റ്റം ഫോളോ ചെയ്യാനല്ല. അവർ സ്വാർത്ഥന്മാരായിക്കൊള്ളട്ടെ, കാര്യം അവർക്ക് അവരുടെ ഉള്ളിൽ ദൈവവചനം വസിക്കുന്നില്ല, അവർക്ക് ദൈവ സ്നേഹത്തെക്കുറിച്ച് അവർ അറിയുന്നില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും അങ്ങനെയായി തീരുവാനായിട്ട് പാടില്ല എന്ന് ഇവിടെ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നു. അടുത്ത ഭാഗം, ദ്വേഷ്യപ്പെടുന്നില്ല, സ്നേഹത്തിന് ദേഷ്യമില്ല. ദേഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ദേഷ്യപ്പെടുന്നിടത്ത്, ദേഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചില പർട്ടിക്കുലർ ഏരിയ അൺനെസസറി ആയിട്ട് അതിനെ നമ്മൾ എല്ലാത്തിനും, ചില ആൾക്കാരുണ്ട് എല്ലാത്തിനും ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ചിലയിടത്ത് കർത്താവ് ഇപ്പം പിന്നെ യെരുശലേം ദേവാലയത്ത് കള്ളന്മാരുടെ പിന്നെ പ്രാർത്ഥനാലയം കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. അവിടെ കർത്താവ് അവരെ ദേഷിച്ചു, സാധനങ്ങളെ അടിച്ച് പുറത്താക്കി. അപ്പോൾ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളിൽ നമ്മൾ ചെയ്യണം. ആ ഒരു വികാരത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അൺനെസസറി ആയിട്ട് എപ്പോഴും മറ്റുള്ളവരോട് ദേഷ്യഭാവം അല്ലെങ്കിൽ ഒരു ഒരു ക്രോധഭാവം നമ്മൾ വെക്കുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ് സ്നേഹത്തിൻ്റെ മറ്റൊരു അടയാളമായി കാണുന്നത്. ദോഷം കണക്കിടുന്നില്ല, ആ അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ അനീതിയിൽ സന്തോഷിക്കാതെ എപ്പോഴും അവൻ ഒരിക്കലും ഈ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം ഒരാളിലേക്ക് വന്നാൽ അനീതിയിൽ ഇഷ്ടപ്പെടത്തില്ല. അവൻ സത്യത്തെ സ്നേഹിക്കുന്നു. അടുത്ത എല്ലാം പൊറുക്കുന്നു, എല്ലാം നമുക്ക് പൊറുക്കുവാനായിട്ട് കഴിയും. ഇതാണ് നിർവ്യാജ സ്നേഹത്തിന്റെ ഒരു ഡെഫിനിഷനാണ് പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുന്നത്. എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. എല്ലാം സഹിക്കുന്നു. സഹനശക്തി, അത് വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് നമുക്ക് ടോളറൻസ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ടോളറൻസ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ അനുഭവത്തിലും അത് സംഭവിച്ചു പോയിട്ടുണ്ട്. പല കാര്യങ്ങളിലും നമുക്ക് ടോളറൻസ് ലഭിക്കുന്നില്ല. അപ്പോൾ ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ, സ്ക്രീൻ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ കുറവുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ഒത്തിരി കുറവുകൾ, നമ്മൾ എവിടെയൊക്കെയാണ് വീക്കായിരിക്കുന്നത്, എവിടെയാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതെന്ന് നമുക്ക് ഈ ദൈവവചനം ധ്യാനിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിൽ കൂടെ ക്രിസ്തുവിൻ്റെ ഇമേജ് നമ്മളിൽ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. തീയതിനെ വെറുത്ത് നല്ല എല്ലാ വാക്യങ്ങളും എടുത്ത് വിശദീകരിക്കുവാനുള്ള സമയം നമുക്ക് കുറവായതുകൊണ്ട് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെ പറഞ്ഞു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിച്ചേരുക. ഇപ്പൊ 97 സങ്കീർത്തനം 10 വാക്യത്തിൽ സംഗീതക്കാരൻ പറഞ്ഞു, യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുക്കുവിൻ. സ്തോത്രം. അപ്പോൾ ദോഷത്തെ വെറുത്ത് അതിനെ നല്ലതിനെ സ്വീകരിക്കുവാൻ. അപ്പം നമ്മൾ ഫിലിപ്പിയ 4:8 കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചായിരുന്നു. നല്ല ചിന്തിക്കണമെന്നൊക്കെ ഉള്ള കാര്യങ്ങളെ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമ്മളത് എടുത്ത് ചിന്തിപ്പാനിടയായി തീർന്നു. അതിന് സങ്കീർത്തനം 119-ന്റെ 19-ാം സങ്കീർത്തനത്തോട്ട് നമ്മൾ വരുമ്പോൾ, ഇതിൻ്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു, അതുകൊണ്ട് 110-ാം സങ്കീർത്തനത്തിൻ്റെ, അതുകൊണ്ട് ഞാൻ സകല വ്യാജ മാർഗവും വെറുക്കുന്നു. ആമോസ് പ്രവാചകൻ പറയുന്നു, ന്യായം നിലനിർത്തുവിൻ, നിങ്ങൾ തിന്മ ദേഷിച്ച് നന്മ ഇച്ഛിക്കുവാൻ ഗോപുരത്തിങ്കൽ ന്യായം നിലനിർത്തുവിൻ, പക്ഷേ സൈന്യങ്ങളുടെ യഹോവ യോസഫിൻ ശേഷിപ്പുള്ളവരുടെ കൃപ കാണിക്കും എന്ന് ആമോസ് പ്രവാചകൻ പറയുന്നു. അപ്പോൾ ഞാൻ ആ ഭാഗം അടുത്ത നമുക്ക് 10-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ, സ്തോത്രം, അവിടെ പറയുന്നു, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുക. ഇവിടെയൊക്കെ നമ്മുടെ പിന്നെ കുറവുകളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്, ബി ഡിവോട്ടഡ് ടു വൺ അനദർ ഇൻ ലവ്, ഓണർ വൺ അനദർ എബോവ് യുവർ സെൽഫ്. അവിടെ പറയുന്നേ അന്യോന്യം, സഹോദരപ്രീതി എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. അത് ഒരു ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഒരു പ്രായോഗിക വശം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നുള്ളതാണ്. തെസ്സലോനിക്ക സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ അവിടെ പറയുന്നു, തെസ്സലോനിക്ക 4:9 പറയുന്നുണ്ട്, അവിടെ തെസ്സലോനിക്കക്കാർ സഹോദര പ്രീതി എന്ന് പറയുന്നത് വളരെ ആ കാലഘട്ടത്തിൽ 1-ാം നൂറ്റാണ്ടിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ലേഖനം എഴുതുന്നത്. കാരണം ആ കാലഘട്ടത്തിൽ സഭ ഒത്തിരി പീഡനങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഒത്തിരി പേര് പ്രയാസങ്ങൾ നേരിട്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പൗലോസ് അവരെ എക്സോർട്ട് ചെയ്യുകയാണ്, നിങ്ങൾ എല്ലാവരെയും പരസ്പരം കരുതണമെന്നും സ്നേഹിക്കണമെന്നുള്ള ഒരു വലിയ ആഹ്വാനമാണ് ഈ ഭാഗത്തിൽ കൂടെ കാണുന്നത്. അപ്പോൾ തെസ്സലോനിക്കക്കാരും ആ സമയത്ത് പീഡനത്തിൽ കൂടെ കടന്നുപോയൊരു സഭയാണ്. 4:9 പറയുന്നു, സഹോദര പ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ ആവശ്യമില്ല, അന്യോന്യം സ്നേഹിപ്പാൻ
നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ. അപ്പം അതിനെപ്പറ്റി പ്രത്യേകിച്ച് അവർക്ക് എഴുതേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. അപ്പോസ്തലനായ പത്രോസ് ഒന്ന് പത്രോസ് അതിൻ്റെ 1:22 വാക്യത്തിൽ അവിടെ പറയുന്നു, അവിടെ നിർവ്യാജമായ ഒരു സഹോദര പ്രീതിയെക്കുറിച്ച് പറയുന്നു. എന്നാൽ സത്യം അനുസരിക്കിയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിക്കുന്നു. ഇതെല്ലാം സ്നേഹം അല്ലെങ്കിൽ ആ ജെനുവിൻ ലവിൻ്റെ ഓരോ എക്സ്പ്രഷനായിട്ടാണ് പൗലോസ് ഇവിടെ കാണിക്കുന്നത്. കർത്താവ് കാണിച്ച ഏറ്റവും അതിപ്രധാനപ്പെട്ട ഒരു മാതൃകയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പത്രോസ് പറഞ്ഞേ, അവൻ നമുക്ക് ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. അവൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ റോൾ മോഡൽ. നമ്മുടെ ലോകത്തിലെ ഒരു തത്വശാസ്ത്രജ്ഞനോ പണ്ഡിതനോ ആരെയല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ ഫോളോ ചെയ്യുന്നത് നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത, നമ്മളെ പഠിപ്പിച്ച, നമ്മളെ സുവിശേഷങ്ങളിൽ കൂടെ ഗിരിപ്രഭാഷണങ്ങളിൽ കൂടെ ദൈവരാജ്യം പ്രസംഗിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശം. ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പൗലോസ് ഈ ലേഖനം തന്നെ എക്സോർട്ട് ചെയ്യുന്നത്. പത്രോസും അത് തന്നെ ഇവിടെ പറയുന്നതായിട്ട് കാണും. നമുക്ക് പലപ്പോഴും നമ്മുടെ രക്തബന്ധത്തിലുള്ളവരെയൊക്കെ നമുക്ക് സ്നേഹിപ്പാനായിട്ട് ചിലപ്പോൾ കഴിയും. എന്നാൽ നമ്മുടെ സഹോദരന്മാരെയും ഈ സ്നേഹിക്കുവാനുള്ള അവരെ ബഹുമാനിക്കുവാനുള്ള വലിയ ഒരു താല്പര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആ പത്രോസ് 1:17 പറയുന്നു, സഹോദര വർഗത്തെ സ്നേഹിപ്പിൻ, അവരെ സ്നേഹിക്കണം, ദൈവത്തെ ഭയപ്പെടുവിൻ, രാജാവിനെ ബഹുമാനിപ്പിൻ. അവിടെ സഹോദര വർഗത്തെ സ്നേഹിപ്പിൻ എന്നുള്ള ആ ഒരു സഹോദര പ്രീതി എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ അത്രയും ആ ഭാഗങ്ങൾ എടുക്കുവാൻ ഇടയായി തീർന്നത്. പിന്നീട് പറയുന്നു, സ്തോത്രം, മറ്റുള്ളവരെ നമ്മൾ ബഹുമാനിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ 1 പത്രോസ് 5:5 ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. സ്തോത്രം, മൂപ്പന്മാർക്ക് നിങ്ങൾ സബ്മിസീവ് ആയിരിക്കണം. എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ ദൈവം കൃപ നൽകുന്നു. അപ്പോൾ ഇത് പത്രോസ് ലേഖനം എഴുതുമ്പോൾ അവിടെ പറയുന്ന ഒരു പ്രത്യേക കാര്യം, മൂപ്പന്മാർക്ക് കീഴടങ്ങണം, സഭയെ നയിക്കുന്നവർക്ക് കീഴ്പ്പെട്ടിരിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കീഴടങ്ങി താഴ്മ ധരിച്ചുകൊണ്ട് നിന്നാൽ ആ ദൈവം നമുക്ക് ഓരോ കൃപകളെ ദൈവം നമുക്ക് തരും. ദൈവം എപ്പോഴും അഹങ്കരിക്കുന്നവരെ, നിഗളിക്കുന്നവരെ ഒപ്പോസ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഫിലിപ്പിയർ 2:3 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, സാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളും. മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണാനുള്ള ഒരു ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും പ്രാപിച്ചിരിക്കണം. മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണുവാൻ അത് സാഠ്യത്താലോ ദുരഭിമാനത്താലോ ചെയ്യാതെ താഴ്മയോടെ ഞാൻ മറ്റുള്ളവനെ എന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം. നമ്മളിത് വായിക്കുമ്പോഴാണ് നമുക്ക് എത്രത്തോളം നമ്മളിത് ചെയ്യുന്നുണ്ട്, എത്രത്തോളം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇത് ആപ്ലിക്കബിൾ ആണ്, ഇതിൻ്റെ ആപ്ലിക്കേഷൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ശരിയായിട്ട് നടക്കുന്നുണ്ടോ? നടക്കുന്നില്ല എങ്കിൽ നമ്മൾ മാനസാന്തരപ്പെട്ട, അതാണ് ഈ ലോകത്തിന് അനുഭവമാകാതെ നന്മയും പ്രസാദം പൂർണ്ണതയുള്ള ദൈവഹിതങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത്. അതിനെ തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ ഇമേജ് എന്നിലൂടെയും നിങ്ങളിലൂടെയും വെളിപ്പെടുവാൻ മരണം വരെ നമ്മൾ പോരാടേണ്ടിയിരിക്കുന്നു. സ്തോത്രം. അടുത്ത വാക്യം, 11-ാമത്തെ വാക്യം, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുവിൻ. നമ്മളിവിടെ നെവർ ബി ലാക്കിംഗ് ഇൻ സീൽ ബട്ട് കീപ് യുവർ സ്പിരിച്വൽ ഫർവർ സർവിങ് ദ ലോഡ്. കർത്താവിനെ അല്ലെങ്കിൽ ഒരു ഫർവൻ്റായിട്ട് നമ്മുടെ ഫർവൻ്റ് ഇൻ സ്പിരിറ്റ്, നമ്മുടെ ആത്മാവിൽ എരിവുള്ളവരായിരിക്കണം. നമ്മുടെ ആത്മാവിനെ നമ്മൾ കെടുക്കാൻ പാടില്ല. 1 തെസ്സലോനിക്കർ 4:19 പറയും, നിങ്ങൾ ആത്മാവിനെ കെടുക്കരുത്. ഇവിടെ ദൈവത്തിന് നമ്മളെ അനുശാസിക്കുന്നത് നമുക്ക് മടുപ്പ് വരാൻ പാടില്ല, ഉത്സാഹമുള്ളവരായി തീരണം. ദൈവ വേലയിൽ ഉത്സാഹമുള്ളവരായി തീരുക എന്നുള്ളതാണ്.
ഇതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 3:15 കർത്താവ് തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്തോത്രം. അതിനകത്ത് പറയാം, നമ്മളൊരു ലൂക്വാം ക്രിസ്ത്യാനി ആയിരിക്കാനായിട്ട് പാടില്ല. വെളിപ്പാട് പിന്നെ 3-ാം അധ്യായത്തില് ലവദോക്കിയ സഭയോട് ദൂത് പറയുമ്പോൾ അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഉം. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒന്നീ നീ ശീതവാനായിരിക്കും, ഹോട്ടായിരിക്കണം, അല്ലെ കോൾഡായിരിക്കണം. ഇത് രണ്ടുമല്ലാത്ത ഒരവസ്ഥയുണ്ട്. ലൂക്വാം ക്രിസ്ത്യാനികളെ പോലെ നമ്മൾ ആയിരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ വായിൽ നിന്ന് ഞാൻ ഉമിണ്ണുകളയും എന്ന് ഒരു വാണിംഗ് നമുക്കിവിടെ കർത്താവ് ലവദോക്യ സഭയ്ക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും ഒരു ഉത്സാഹം ഉണ്ടായിരിക്കണം. അതിനകത്ത് നമുക്കൊരു മടുപ്പ് വരാൻ പാടില്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം ഓരോ വരങ്ങൾ ദൈവം തന്നിട്ടുണ്ട്, ഓരോ കൃപ തന്നിട്ടുണ്ട്. ആ കൃപയ്ക്കൊത്തവണ്ണം നമ്മൾ ഉത്സാഹിക്കുവാൻ ഞാനും നിങ്ങളും ഒക്കെ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത്, നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ ഓർമ്മപ്പെടുന്നു. ആത്മാവിൽ ഒരു എരിവ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിനെ വാസ്തവമായിട്ട് സേവിക്കുവാനും സ്നേഹിപ്പാനും കഴിയത്തുള്ളൂ. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അൾട്ടിമേറ്റ്ലി ഞാനും നിങ്ങളും എല്ലാം കർത്താവിനെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒന്നും നമ്മൾ ഒരു പെർഫെക്ഷൻ അല്ല നമ്മൾ ആയിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിലേക്ക് ഒരു ഉത്സാഹിക്കുക, അതാണ് ഒരു നല്ല ഓട്ടം ഓടുക, സ്ഥിരതയോടെ ഓടുക. അത് നമ്മുടെ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന കാര്യമല്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് വരെ, അല്ലെങ്കിൽ മരണം വരെ നമ്മൾ പോരാടേണ്ട ഒന്നാണ് എന്ന് ഇവിടെ നമ്മൾ പറയും. അതാണ് നമ്മൾ 14-ാമത്തെ വാക്യത്തിൽ തന്നെ ഒത്തിരി വിവരിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് എല്ലാവർക്കും ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ അത്. റോമലേഖനം 12:12 പറയുന്നു, ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ. ആശ എന്ന് പറയുന്ന അവിടെ പ്രത്യാശയെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ ബി ജോയ്ഫുൾ ഇൻ ഹോപ്പ്, പേഷ്യൻ്റ് ഇൻ അഫ്ലിക്ഷൻ, ഫെയ്ത്ത്ഫുൾ ഇൻ പ്രെയർ. 3 കാര്യങ്ങൾ അവിടെ പറയുന്നു. 12:13 ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ചേർത്താണ് പറയുന്നത്. 12 ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ആശയിൽ സന്തോഷിക്കും. നമുക്ക് റോമാലേഖനം 5-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അത് ചിന്തിച്ചതാണ്. എങ്കിലും ഒന്നുകൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അവിടെ പൗലോസ് പറയുന്ന പ്രത്യേകമായ ഒരു കാര്യങ്ങളുണ്ട്. വന്ന് വായിച്ചു. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ, നമ്മൾ കർത്താവിന്റെ തേജസ്സിലാണ്, ആ പ്രത്യാശയിലാണ് നമ്മൾ പ്രശംസിക്കേണ്ടത്. അപ്പൊ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ്, അതാണ് നമ്മൾ പ്രാപിക്കാൻ പോകുന്നത്. ആ തേജസ്സിലാണ് നമുക്ക് എപ്പോഴും നമ്മൾ പ്രശംസിക്കേണ്ടത്. നമ്മുടെ ഈ ലോകത്തിലെ ദൈവം നമുക്ക് സർവേ ചെയ്യാൻ തരുന്ന ഒരു ദാനങ്ങളിലും നമ്മൾ പ്രശംസിക്കുവാനോ പ്രത്യാശിക്കുവാനോ നമുക്ക് പാടില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് തന്നെയല്ല വായിച്ചു. കഷ്ടത എന്ന് പറയുന്നത് അത് നമ്മളെ ടോളറൻസിലേക്ക്, അല്ലെങ്കിൽ ട്രിബുലേഷൻ എന്ന് പറയുന്ന നമ്മളെ ഒരു പെർസ്യൂറൻസിലേക്ക് നമ്മളെ നയിക്കുന്നു. സഹിഷ്ണുത സിദ്ധതയും, ആ ഒരു പെർസ്യൂറൻസ് നമ്മളിലേക്ക് ഒരു ക്യാരക്ടർ ഫോർമേഷനിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ്, അപ്പം ആ ഒരു നമ്മളിൽ വെളിപ്പെട്ട ആ സ്വഭാവമാണ് നമ്മളെ പ്രത്യാശയിലേക്ക് നമ്മൾ ഉളവാക്കുന്നത്. അതുകൊണ്ട് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. എന്തുകൊണ്ടാണ് കഷ്ടതയിൽ അല്ലെങ്കിൽ ആശയിൽ സന്തോഷിക്കുവാനും കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവാനും കഴിയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു പ്രത്യാശ ഉള്ളത് കൊണ്ടാണ്. അപ്പം എന്തുകൊണ്ട് ഇതെല്ലാം നഷ്ടങ്ങൾ സഹിക്കുന്നു? ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഭൂമിയിൽ ചിലപ്പോൾ നഷ്ടം വരാം, അല്ലെങ്കിൽ ലാഭം ഉണ്ടാകാം. എല്ലാ നഷ്ടങ്ങളും നമുക്ക് എക്സാം എഴുതി ചിലപ്പോൾ ഫെയിലാവാം, ചിലപ്പോൾ പാസ്സാകാം, ചിലപ്പോൾ നമുക്ക് സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടായെന്ന് വരാം.
നമ്മൾ പല കാര്യങ്ങളും നമുക്ക് ലഭിച്ചില്ല എന്ന് വരാം. പെട്ടെന്ന് നമുക്കൊരു രോഗം വന്നെന്നിരിക്കാം. അങ്ങനതായിട്ടുള്ള ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പലതരത്തിലുള്ളതായ കഷ്ടങ്ങളിൽ ശാരീരികവും മാനസികമായ മേഖലകളിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമനിമിത്തമുള്ള കഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരാം. ഈ എല്ലാ കഷ്ടങ്ങളിലും ഒക്കെയും നമ്മൾ ഇതിനെ ഒരു പെർസിവറൻസ് നമ്മുടെ മേൽ നമുക്കുണ്ടാകുന്നതിൻ്റെ കാരണം നമുക്ക് ഈ പ്രത്യാശ ഉള്ളത് കൊണ്ടാണ്. ഈ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിനകത്തില്ല എങ്കിൽ നമുക്കിതൊന്നും സഹിക്കുവാനായിട്ട് കഴിയത്തില്ല എന്ന് ഇവിടെ പറയുന്നു. 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുമല്ലോ. അപ്പൊ ദൈവസ്നേഹം നമുക്ക് തന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവം നമുക്ക് ഓൾറെഡി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അത് നമ്മൾ ചിന്തിച്ച ഭാഗമാണ്. എന്നാൽ നമ്മൾ ഇതിനെ എക്സർസൈസ് ചെയ്യുക, നമ്മൾ ഇതിനെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എന്ന് അതാ കർത്താവ് നമ്മളോട് അത് അന്ന് പരീശനോടും ശാസ്ത്രിയോടും കൂടിയ ശിഷ്യന്മാരോടും ഒക്കെ കർത്താവ് പറഞ്ഞ ഒരു കാര്യം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകും. എൻ്റെ ഭാരം, നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭാരമായിട്ടല്ല തോന്നണ്ടേ. കാരണം ഇത് നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. കർത്താവാണ് നമ്മുടെ അകത്ത് വസിച്ച് ആ സ്നേഹം നമ്മുടെ അകത്ത് ഓൾറെഡി കർത്താവ് തന്നു കഴിഞ്ഞു. അത് നമ്മളെ പ്രാർത്ഥനയാൽ, അടുത്ത ഭാഗം പറയുന്നു, ഇത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണമെന്നാണ് പറയുന്നത്. ഫെർവന്റ് പ്രയർ, നമ്മൾ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവിൻ്റെ സച്ചിൻ ബാസ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ സഭയിൽ വളരെ ശക്തമായ ഒരു പ്രസംഗം നടത്തി. അത് മാത്രമല്ല, നമ്മളെല്ലാവരും പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ ഒത്തിരി ആഴമേറിയ ബോധ്യമുള്ളവരും ചിന്തയുള്ളവരും അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ ഇതിനെല്ലാം നമുക്ക് ഒരു പ്രാർത്ഥന, ഒരു ഡീപ്പ് റൂട്ടറായിട്ടുള്ള ഒരു പ്രാർത്ഥന വളരെ ആവശ്യമാണ്. അത് നമ്മുടെ ഒരു സീക്രട്ട് പ്രെയർ, ഒരു ഭക്തന്റെ ജീവിതത്തിൽ നമ്മുടെ ഫാമിലി പ്രെയർ, നമ്മുടെ ഫെലോഷിപ്പിനകത്ത് വരുന്ന പ്രെയറുകൾക്കപ്പുറമായിട്ട് എല്ലാ വിശ്വാസിയുടെയും ജീവിതത്തിൽ ഒരു സീക്രട്ട് പ്രെയർ ഉണ്ടായിരിക്കണം. അവിടെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. അവിടെയാണ് ദൈവം നമ്മുടെ മേൽ വ്യക്തിപരമായ നിയോഗങ്ങളെക്കുറിച്ച് നമുക്ക് അറിയുവാനായിട്ട് കഴിയത്തുള്ളൂ. ആ സീക്രട്ട് പ്രെയർ എന്ന് പറയുന്നത് ഒരു വലിയ വൃക്ഷത്തിൻ്റെ വേര് വെള്ളത്തിൽ ഇങ്ങനെ ആ വെള്ളത്തിലോട്ട് പോയിട്ട് വെള്ളം വലിച്ചു കുടിക്കുന്നത് പോലെ. അപ്പോൾ അത് ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു ആശയമാണ് ഈ സീക്രട്ട് പ്രെയർ എന്ന്. വളരെ രഹസ്യ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. നമ്മൾ പുറമേ കാണുമ്പോൾ എല്ലാം തഴച്ചും വളർന്ന് നല്ലതായിട്ട് തോന്നും, പക്ഷേ നമ്മുടെ ആ വേര് അതാരും കാണുന്നില്ല. അത് കാണാത്ത ഒന്നാണ്. ആ വേര് എപ്പോഴും വെള്ളത്തിൽ നിന്നും ഇങ്ങനെ കുടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നല്ല ഫലമായി തീരുന്നത്. അപ്പോൾ ഒരു സീക്രട്ട് പ്രെയർ എന്ന് പറയുന്നത് നമ്മൾ കാണപ്പെടാത്ത ഒരു റൂട്ടാണ്. ഒരു മരത്തിൻ്റെ റൂട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. അതുപോലെ എല്ലാ ഭക്തന്മാർക്കും സീക്രട്ട് പ്രെയർ ഉള്ള, രഹസ്യ പ്രാർത്ഥന ഉള്ള, അതാണ് പ്രാർത്ഥനയിൽ ഉത്തിരിക്കുക എന്ന് പറയുന്നത്. രഹസ്യ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഭക്തന് അവൻ്റെ ജീവിതത്തെ തകർക്കുവാനോ അവനെ ഇല്ലായ്മ, അവന് ഏത് കഷ്ടങ്ങളോ പ്രതിസന്ധികളോ ഏത് സാഹചര്യങ്ങൾ അനുകൂലമല്ല എങ്കിൽ കൂടി ഹല്ലേലൂയ സ്തോത്രം, അവനെ അത് ഓവർകം ചെയ്യാനായിട്ട് കഴിയും. ഞാൻ സമയം ചുരുക്കപോലെ ഒത്തിരി ഭാഗത്ത് കിടക്കുന്നില്ല. ദാനിയേലിൻ്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. ദാനിയേലിൻ്റെ ഏറ്റവും വലിയ വിജയം സീക്രട്ട് പ്രെയർ ആയിരുന്നു. ദാവീദ് സീക്രട്ട് പ്രെയർ ഉള്ള മനുഷ്യനായിരുന്നു. എല്ലാ യോസഫ് സീക്രട്ട് പ്രെയർ ഉള്ള മനുഷ്യനായിരുന്നു. എല്ലാ പഴയ നിയമ വിശുദ്ധന്മാരെ ആയാലും പുതിയ നിയമ വിശുദ്ധന്മാരായാലും അവരെ എല്ലാം നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു സീക്രട്ട് പ്രെയർ ഉണ്ടായിരുന്നു. ദാനിയേല് സിംഹക്കുഴിയിൽ ഇടാൻ പോകുന്നു എന്ന് അറിയുമ്പോഴും പുള്ളി വലിയ പറയാവുന്നില്ല. പുള്ളി ഇപ്പം അതുപോലെ ഇരുന്ന് എന്തു പ്രാർത്ഥിച്ചോ അത് തന്നെ പ്രാർത്ഥിക്കുക. അതാണ് ഡീപ്പ് റൂട്ടറായിട്ടുള്ള ഒരു പ്രെയർ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ കഷ്ടതയിൽ നമുക്കൊരു സഹിഷ്ണുത വെളിപ്പെടുത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. അടുത്ത ഭാഗം 13-ാമത്തെ ഭാഗത്ത് മറ്റൊരു കാര്യം പറയുന്നു. സ്തോത്രം, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആദരിക്കുകയും ചെയ്യും. സ്തോത്രം, ഷെയർ ദ ലോർഡ്സ് പീപ്പിൾ ഹു ആർ ഇൻ നീഡ്, പ്രാക്ടീസ് ഹോസ്പിറ്റാലിറ്റി എന്നാണ് ഈ ഭാഗങ്ങളിൽ ഇവിടെ പറയുന്നു. മറ്റുള്ളവരെ അതൊക്കെ നമ്മൾ ഒത്തിരി ചെയ്യുന്നവരാണ്.
നമ്മളെല്ലാം മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുന്നവരാണ്. അത് നമ്മൾ ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ തുടർന്ന് ചെയ്യുക. അല്ലെങ്കിൽ ആ സ്തോത്രം ചെയ്യുന്നവർ അത് കണ്ടിന്യൂസ് ആയി മരണം വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. ഞാൻ പറഞ്ഞ ഈ ഭൂമിയിലെ ബ്ലെസ്സിങ്ങിനേക്കാൾ ഉപരിയായിട്ട് സ്വർഗത്തിൽ നമുക്ക് നിത്യതയിൽ അല്ലെങ്കിൽ ആ സ്തോത്രം അതൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ആ ഒരു വെളിപ്പാട് ലഭിച്ച സഭയാണ് മാസിഡോണിയ സഭ, മക്കതോന്യ സഭ. അവർ വളരെ കഷ്ടതയിൽ കൂടെ കടന്നുപോയി. അവർ കഷ്ടതയുടെ കഠിന ശോധനയിൽ കടന്നുപോയിട്ടും മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ ഭയങ്കരമായ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പൗലോസ് അവരുടെ എല്ലാം ദ്രവ്യമൊക്കെ ശേഖരിച്ച് യെരുശലേമിലെ വിശുദ്ധന്മാര് അവർ വളരെ പ്രതിസന്ധി, അവർ വളരെ നീഡിയായിട്ടിരിക്കുന്ന സമയത്ത് ഈ പൈസ കൊണ്ടുപോയിട്ട് പൗലോസ് അവിടെ കൊടുക്കുന്നതായിട്ട് നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ പഠിച്ച സമയത്ത് അത് ഞാൻ ആ ഭാഗം നമ്മൾ ഓർമ്മിപ്പിച്ചല്ലോ, അത് നമ്മൾ പഠിച്ചതാണ്. സ്തോത്രലി ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ നമ്മൾ അവരോടൊരു കൂട്ടായ്മ കാണിക്കണം. എപ്പോഴും എല്ലാവരും ഒന്നും സാമ്പത്തികമായിട്ട് വളരെ മുന്നിൽ ആയിരിക്കത്തില്ല, പക്ഷേ മറ്റുള്ളവരുണ്ട്. അതുകൊണ്ട് പൗലോസിനോട് ആദ്യമായിട്ട് ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ദരിദ്രന്മാരെ ഓർത്തുകൊള്ളണം എന്നാണ് പറയുന്നത്. അവരെ ആ ഒരു ഉപദേശമാണ് പൗലോസിനെ മാറ്റിമറിക്കുവാൻ ഇടയായിത്തീർന്നത്. അതുകൊണ്ട് പൗലോസ് എൻ്റെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഒരു ഫണ്ട് കളക്ഷൻ നടത്തി അവർക്ക് അയച്ചു കൊടുക്കുന്നതായിട്ടല്ല, അവരവിടെ കൊണ്ടുപോയി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ അല്ലെങ്കിൽ ആ യാഗം അവിടെ പോയി അർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിഥി സൽക്കാരം, ഹോസ്പിറ്റാലിറ്റി, അത് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 5-46 വാക്യത്തിൽ കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതൊന്ന് നമുക്കൊന്ന് വായിക്കാം. മാത്യു ചാപ്റ്റർ 5:46. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്താ പ്രതിഫലമുള്ളത്? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ചുങ്കക്കാരും അല്ലെങ്കിൽ മറ്റുള്ളവർ, ദൈവത്തെ വിശ്വസിക്കാത്തവരും എല്ലാം ഒരാളെ എനിക്ക് എന്ത് ചെയ്യുന്നു ഞാൻ അത് തിരിച്ചു ചെയ്യും. അത് മാനുഷിക സഹജമാണ്. ഇവിടെ പറയുന്നേ അതിനപ്പുറമായിട്ടുള്ള ദൈവസ്നേഹമാണ്. അത് കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്നത്, നീ ഭിക്ഷ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നീ എന്തെങ്കിലും വിരുന്നൊരുക്കുമ്പോൾ നിനക്ക് പ്രതിഫലം തരുവാൻ, നിന്നെ ഒരിക്കലും വിളിച്ച് നിനക്കൊരു ഫുഡ് തരാൻ കഴിയാത്തവന് കൊടുക്കണം. അതാണ് കർത്താവിൻ്റെ ഉപദേശം. അതാ പൗലോസ് ഇവിടെ അതിഥി സൽക്കാരം ചെയ്യുവാനുള്ള കാരണം. 1-ാം നൂറ്റാണ്ടിൽ അവർ വളരെ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവരെ ചേർത്ത് നിർത്തും. ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് എൻ്റെ ഓർമ്മ. അവരെ എല്ലാം ചേർത്ത് നിർത്തി അവരെ സൽക്കരിക്കുവാനുള്ള, അവിടെ എല്ലായിടത്തും നമുക്ക് സാമ്പത്തികമായി ഉയർച്ചകളുണ്ട്, താഴ്ചകളുണ്ട്. എല്ലായിടവും ഒരുപോലെ ഒരു ദൈവസഭയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എല്ലാം ഒരുപോലെ ആയിരിക്കണമെന്നില്ല. പക്ഷെ അതെല്ലാം ഒരു ശോധനയാണ്. നമ്മൾക്ക് ലഭിച്ച ധനം നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. പണമില്ലാത്തവരും പണമുള്ളവരും ഒക്കെ നമ്മുടെ ഇടയിൽ കാണും. പക്ഷെ മറ്റുള്ളവരോട് എങ്ങനെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അവരെ നമ്മൾ എങ്ങനെ കരുതുന്നു എന്നുള്ളത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ്, നിന്നെ വിളിച്ച് ഒരു നേരം ആഹാരം തരാൻ കഴിവില്ലാത്തവനെ അല്ലയ നീ വിളിച്ച് അല്ലയ കൊടുക്കണം എന്നുള്ള ഒരു വലിയ ഉപദേശം. അതാണ് ആ മാത്യു 5:46 പറയുന്നത്. അതിനെക്കുറിച്ച് അപ്പോസ്തലന്മാരായ പത്രോസ് 1 പത്രോസ് 4:9 അതൊക്കെ അവർ എടുത്തു പറയുന്നുണ്ട്. 1 പത്രോസ് 4:9 പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിക്കും എന്ന് പറയുന്നുണ്ട്. ഇപ്പം നമ്മളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്നതിനെ കുറിച്ചല്ല, മറ്റുള്ളവരെ സ്തോത്രം കരുതുവാനും അല്ലയ അവരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിഥി സൽക്കാരം അത് പിറുപിറുപ്പ് ആ കാലഘട്ടത്തിൽ ഒരു പക്ഷേ അവരങ്ങനെ ചെയ്ത സമയത്ത് അവർക്കൊരു പിറുപിറുപ്പ് ഉണ്ടായിരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞ് പിറുപിറുപ്പില്ലാതെ, മർമ്മറിങ് ഇല്ലാതെ അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ഇല്ലാതെ തന്നെ നിങ്ങൾ മറ്റുള്ളവരെ സ്വീകരിക്കുന്നതിൽ നിങ്ങൾ മുന്നിട്ട് നിൽക്കണമെന്ന് പറയുന്നു. എബ്രായർ 13:2 വാക്യത്തിലും എബ്രായ ലേഖനകർത്താവ് പൗലോസാന്നല്ലോ നമ്മുടെ വിശ്വാസം. പൗലോസ് പറയുന്ന 13:2 ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്, അതിഥി സൽക്കാരം മറക്കരുത്. അപ്പൊ ഇവിടെ എല്ലാം നമുക്ക് അപ്പോസ്തലന്മാരുടെ ഉപദേശമുണ്ട്. എന്നാൽ ഇതിനപ്പുറമായിട്ട് നമ്മളെ വിളിച്ച് തരാൻ പറ്റാത്ത ഒരാൾക്ക് വേണം നമ്മൾ കൂടുതലും കൊടുക്കണമെന്നുള്ള
ഒരു ഉപദേശം ഇവിടെ ശക്തമായിട്ട് ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ടാണ് അതിഥി സൽക്കാരത്തിൻ്റെ ഒരു കാര്യം നമ്മളെല്ലാം നമുക്ക് തിരിച്ചു ചെയ്യാൻ പറ്റുന്നവർക്കായിരിക്കും നമ്മൾ കൂടുതലും കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. എന്നാൽ ഇവിടെ അതിനപ്പുറമായി ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് അതിന് അപ്പുറമായി നിൽക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കും. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കടന്നു പോകുന്നു. സ്തോത്രം. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ സോറി അതിൻ്റെ 14-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് ഒന്ന് വായിക്കാം. വായിച്ചു. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവിൻ. ഒരു സെക്കൻഡ്, എൻ്റെ വാക്യം ഞാൻ എടുത്തോട്ടെ. പവർ പോയിന്റ് ഓക്കെ. 14-ാമത്തെ വാക്യം നമ്മൾ ഇവിടെ കാണുന്നേ, ബ്ലസ് ദോസ് ഹു പെർസിക്യൂട്ട് യു, ബ്ലസ് ആൻഡ് ഡു നോട്ട് കഴ്സ്. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, ശപിക്കാതെ അനുഗ്രഹിക്കുവിൻ. നമുക്ക് ഒത്തിരി ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പഠിപ്പിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൻ്റെ മത്തായി സുവിശേഷം 5:44 ആ ഭാഗങ്ങളൊക്കെ വളരെ വ്യക്തമായി കർത്താവ് നമ്മെ ശക്തമായി ഉപദേശിക്കുന്ന ഒരു കാര്യങ്ങളാണ്. കർത്താവിൻ്റെ ഉപദേശമാണ്. അതിനെ ബേസ് ചെയ്താണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. അപ്പം നമ്മൾ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ സുവിശേഷ വേല ചെയ്യുന്ന കർത്താവിൻ്റെ ദാസന്മാരെ ഒരുപാട് അവരൊത്തിരി പെർസിക്യൂഷനിലൂടെ കടന്നു പോകുന്നു. നമ്മളെ ആ പെർസിക്യൂഷൻ അവരെ നമ്മൾ പലപ്പോഴും നമുക്ക് അവരോട് സ്വാഭാവികമായിട്ടും ദേഷ്യമാണ് തോന്നുന്നത്. പക്ഷെ അങ്ങനെ ആയിരിക്കരുതെന്ന ദൈവം നമ്മെ അനുശാസിക്കുന്നത്. കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? അവർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ ഒരു ഒരു വട്ടം ഞാൻ ഒരു മീറ്റിംഗ് പങ്കെടുത്ത ഒരു സഹോദരി ഇങ്ങനെ ഈ നോർത്ത് ഇന്ത്യയിലെ സുവിശേഷ വേലകളെ ഈ ദൈവാസന്മാരെയൊക്കെ പീഡിപ്പിക്കുന്നവർക്ക് അവരെ കർത്താവെ നീ അവരെ ശിക്ഷിക്കണേന്നൊക്കെ കിടന്ന് പ്രാർത്ഥിച്ചതായിട്ട് ഞാൻ കേൾപ്പാനിടയായി. ഞാൻ ആ സഭായോഗം കഴിഞ്ഞപ്പോൾ ഞാൻ ആ സഹോദരിയോട് പറയുവാനിടയായിട്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ പ്രാർത്ഥിക്കരുത്. നമുക്ക് അങ്ങനെ ദൈവവചനമില്ല. നമ്മൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മതി. നമുക്ക് എതിര് നിൽക്കുന്നവരെ, അത് നമ്മുടെ എവിടെയായാലും, ഓഫീസിലായാലും നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളായാലും എതിര് നിൽക്കുന്നവരെ അവരെ ഓർത്ത് പ്രാർത്ഥിച്ചാൽ അവർ നമുക്ക് കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അത് നമുക്ക് അവരെ അനുകൂലമായി തീരുവാനായിട്ട് ഇടയായി തീരും. ഒരിക്കലും നമുക്ക് മറ്റൊരാളെ അവരോടൊരു പകയായിട്ട് ഇരിപ്പാനായിട്ട് കഴിയുകയില്ല. നിങ്ങളെ അനുഗ്രഹിക്കുക, ശപിക്കാതെ അനുഗ്രഹിക്കുക. നമുക്ക് ഒത്തിരി വാക്യങ്ങളുണ്ട്. ലൂക്കോസ് 6:28 പറയും, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. അപ്പം ഇവിടെയൊക്കെ ഇതൊക്കെയാണ് കർത്താവിൻ്റെ നീതി എന്ന് പറയുന്നത്. കർത്താവിൻ്റെ നീതി ഈ ഏരിയയിൽ കൂടെ നമ്മളിലൂടെ ഈ രീതിയിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരണം. നമുക്ക് യോസഫിൻ്റെ ക്യാരക്ടർ പഠിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യോസഫിനെ സഹോദരന്മാർ പൊട്ടക്കിണറ്റി കൊണ്ടിട്ടു. അവര് മരിച്ചു പോയെന്ന് വിചാരിച്ച് ഉപേക്ഷിച്ച് കടന്നുപോയി. പക്ഷേ യോസഫിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമൊക്കെ നമുക്കറിയാം. എന്നാൽ യോസഫ് തൻ്റെ 13 വർഷത്തെ ഈ കഷ്ടതയ്ക്ക് ശേഷം 30-ാമത്തെ വയസ്സിൽ ഫറവോൻ്റെ മുമ്പാകെ മന്ത്രിയായിട്ട് നിൽക്കുമ്പോൾ തൻ്റെ സഹോദരന്മാരെ ഓർക്കുകയാണ്. അവിടെ ഒരിക്കലും ഒരു പ്രതികാര മനോഭാവത്തിലല്ല യോസഫ് അവരെ കാണുന്നത്. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ക്രിസ്തുവിൻ്റെ ആത്മാവ് യോസഫിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യോസഫിന് ആ വിശുദ്ധി നിൽക്കാനായിട്ട് പറ്റിയത്. പൊത്തിപ്പറിൻ്റെ ഭാര്യയുടെ ആ സറൗണ്ടിങ്ങിൽസ് നിന്നും ആ ഒരു പ്രലോഭനത്തിൽ നിന്നും ഓടിപ്പോകുവാൻ ദൈവത്തെ ഭയപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഒരു വിശുദ്ധൻ എപ്പോഴും ദൈവത്തെ ഭയപ്പെടുന്നവനായിരിക്കും. ആ ദൈവഭയം അവൻ്റെ അകത്ത് വസിച്ചത് കൊണ്ടാണ് അവൻ സഹോദരനെതിരെ പ്രതികാരം ചെയ്യാതെ അവരെ പിന്നെയും ചേർത്ത് നിർത്തുവാനിടയായി തീർന്നു. ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയും, എന്നെ ഒരു കാലത്ത് നശിപ്പിക്കുവാനായി ശ്രമിച്ചതാണ്, യവന്മാർക്കിട്ടൊരു പണി കൊടുക്കണം, പുള്ളിക്ക് നല്ല പവറുള്ള സമയമാണ്. സ്വാഭാവികമായിട്ടും യോസഫിന് അതുപോലെ ഒരു പൊസിഷൻ കിട്ടിയപ്പോൾ, ആ പവർ കിട്ടിയപ്പോൾ സഹോദരന്മാരെ നശിപ്പിക്കുവാനല്ല, സഹോദരന്മാരെ ക്ഷാമകാലത്ത് തൻ്റെ പിതാവിനെയും തൻ്റെ സഹോദരന്മാരെയൊക്കെ ചേർത്ത് നിർത്തി അവർക്ക് ആവശ്യമുള്ളത് കൊടുത്ത് അങ്ങനെ അവരോട് ക്ഷമിച്ച് ഒരു ഹൃദയം
നമുക്ക് യോസഫിൽ കൂടെ കാണാം. അത് ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. ഇവിടെ പറയുന്നത് നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കും. പൗലോസ് ഇത് തന്നെയാണ് തൻ്റെ ജീവിതത്തിലും അപ്ലൈ ചെയ്തത്. 1 Corinthians 4:12 നമ്മൾ പൗലോസ് പറയുകയാണ്, സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു, ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു. അപ്പൊ അവിടെയെല്ലാം കർത്താവിനെയാണ് പൗലോസ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിലേക്കുള്ള ഒരു കൂട്ടായ്മ. ഫിലിപ്പിയ ലേഖനം 3-ാം പൗലോസ് വെളിപ്പെടുത്തുന്ന അതാണ്, ഞാൻ അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ അല്ലെങ്കിൽ അവൻ്റെ മരണപുനരുത്ഥാനങ്ങളോട് ഞാൻ ഏകീഭവിക്കുകയാണ്, അവൻ്റെ കൂട്ടായ്മയോട് ഞാൻ പങ്കാളിയായി തീരുന്നു എന്നുള്ള ഒരു കാര്യത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ശകാരം കേട്ട് ആശീർവദിക്ക്, ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു. അത് കർത്താവിൻ്റെ ഒരിതാണ്. ക്രൂസിൽ കിടക്കുമ്പോഴും അവർ ചെയ്യുന്ന എന്തെന്നറിയാം, അവരോട് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ച കർത്താവ്. സ്തേഫാനോസ് പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്, അവരുടെ പാപം നിർത്തരുതേ, അവർക്ക് അറിയത്തില്ലല്ലോ എന്ന് മുട്ടുകുത്തി ഉച്ചത്തിൽ നിലവിളിച്ചിട്ട് തൻ്റെ ആത്മാവിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഞാൻ ആ ഭാഗം പെടുന്നു 15-ാമത്തെ വാക്യത്തിലോട്ട് വരട്ടെ. റിജോയ്സ് വിത്ത് ദോസ് ഹു റിജോയ്സ്, മോൺ വിത്ത് ദോസ് ഹു മോൺ. സന്തോഷിക്കുന്നവരോടെ സന്തോഷിക്കുകയും കരയുന്നവരോടെ കരയുകയും ചെയ്യും. പലപ്പോഴും നമുക്കറിയാം, കർത്താവ് ലാസർ മരിച്ചപ്പോഴും ആ സഹോദരിമാരുടെ അടുത്തേക്ക് വന്നിട്ട് കർത്താവിനറിയാം ലാസറിനെ ഉയർപ്പിക്കെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ കണ്ണുനീർ വാർത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ എപ്പോഴും നമ്മൾ മറ്റു സന്തോഷിക്കുന്നവരോടെ സന്തോഷിക്കുവാൻ, കരയുന്നവരോടുകൂടെ കരയുവാനായിട്ട് നമുക്ക് കഴിയണം. പലപ്പോഴും നമ്മുടെ ഒരു സഹോദരൻ ഏറ്റവും മെച്ചമായ ഒരു രീതിയിൽ എല്ലാ അവന് അനുഗ്രഹങ്ങളൊക്കെ വരുമ്പോഴും നമുക്ക് അവനോടൊപ്പം സന്തോഷിക്കുവാനായിട്ട് കഴിയണം. അത് മാത്രമല്ല, അവരുടെ ദുഃഖത്തിൽ, മറ്റുള്ളവരുടെ ദുഃഖത്തിലും രണ്ട് ഭാഗവും ഇവിടെ വരണം. പലപ്പോഴും നമുക്ക് പറ്റാത്ത ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഈ ഒരു ചില കാര്യങ്ങളൊക്കെ നമുക്ക് സന്തോഷിക്കുന്നു. നമുക്ക് എത്രത്തോളം സന്തോഷിക്കാൻ പറ്റും? നമ്മുടെ സഹോദരനൊരു നല്ല നന്മ ലഭിക്കുമ്പോൾ, നല്ലൊരു ജോലി ലഭിക്കുമ്പോൾ, ഒരു ഭൂമിയിലെ കാര്യങ്ങൾ തന്നെ എടുക്കുക ചെയ്യുമ്പോൾ നമുക്കപ്പോൾ അതല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ അവരോട് നമുക്ക് സന്തോഷിക്കുവാനായിട്ട് പറ്റുന്നുണ്ടോ? കരയുന്നതോടെ കരയുകയും നമുക്ക് ചെയ്യും. ഇവിടെ അതിനൊരു ഒരു 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 എക്സാമ്പിളായിട്ട് 1 Corinthians 12-ാം 26-27 പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിനാൽ ഒരവയവം കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. അപ്പോൾ ഈ നമ്മളെല്ലാം സഭ എന്ന് പറയുന്ന കർത്താവിൻ്റെ ശരീരമാണെന്ന് നമുക്കറിയാം. കർത്താവാണ് തല, സഭയുടെ തല ക്രിസ്തുവാണ്. നമ്മളെല്ലാം ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളാണ്. ഞാനും നിങ്ങളും എല്ലാം ഓരോ അവയവങ്ങളാണ്. അപ്പം എൻ്റെ ഒരു സഹോദരൻ കഷ്ടം അനുഭവിച്ചാൽ, പ്രതിസന്ധി കൂടെ കടന്നു പോയാൽ നമ്മളൊക്കെയും കഷ്ടം അനുഭവിക്കണം എന്നാണ് ഈ ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. ഒരവയവത്തിന് കഷ്ടം വന്നാൽ, ഇപ്പം നമ്മുടെ ഈ ശരീരം തന്നെ എടുക്കേ, ഇതിൻ്റെ ഈ ശരീരത്തിലെ ഏത് ഭാഗത്ത് ഏത് അവയവത്തിന് കേട് വന്നാലും തല സെൻസ് ചെയ്യാനിടയായിത്തീരും. നമുക്ക് ആ വേദന അറിയാനായിട്ട് പറ്റും. ഒരവയവത്തിന് മാനം വന്നാൽ, അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, 1 Corinthians 12-26-27, ഒരവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകും. അപ്പോൾ ഒരവയവത്തിന് കഷ്ടം വന്നാലും നമ്മൾ അവരോട് കൂടെ ചേർന്ന് നിൽക്കുക, ഒരവയവത്തിന് മാനം വന്നാലും അവരോട് ചേർന്ന് നിൽക്കുക എന്നുള്ള ഒരു കാര്യം കൂടെ ഇവിടെ ഓർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത ഭാഗത്തിലേക്ക് കടക്കും. 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ എങ്ങനെ പറയുന്നു? അവിടെ ഇങ്ങനെ വായിക്കുന്നു, വായിച്ചാട്ടെ. തമ്മിൽ ഐക്യതയുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ. നിങ്ങൾ നിങ്ങൾ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളും. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. അവിടെ പറയുന്നത് ഒരു എളിയവനെ എങ്ങനെ കരുതും? എളിയവനോടുള്ള നമ്മുടെ, അല്ലെങ്കിൽ നമ്മളെക്കാൾ കുറഞ്ഞ, അത് ജോലിയിലായിക്കോട്ടെ, നമ്മുടെ പൊസിഷനായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, അതിലൊക്കെ താഴ്ന്ന ആൾക്കാരൊക്കെ നമ്മുടെ സഭകളിലുണ്ട്. അവരോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം ശോധന ചെയ്യപ്പെടുന്നതാണ്. ഇതിനെല്ലാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകും. ഓരോരുത്തരും ചെയ്ത പ്രവൃത്തിയുടെ ഫലത്തിനോ തക്കവണ്ണം നാം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നമ്മൾ നിൽക്കേണ്ടതാകും. സ്തോത്രം. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ കല്ലാണോ
മരമാണോ, വൈക്കോലാണോ, സ്വർണമാണോ, വെള്ളിയാണോ, എന്താ പണിതെന്നുള്ളത് അന്നേരമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ വേദഭാഗങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ധ്യാനിക്കും തോറും കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ചൂണ്ടിക്കാണിച്ച് ഈ വചനത്തിൽ കൂടെ നമ്മളെ തന്നെ സ്കാൻ ചെയ്ത്, നമ്മൾ ഈ വചനം ഇപ്പോൾ നമ്മളിത് വായിക്കുമ്പോൾ ഈ ദൈവവചനം നമ്മളെ ഇങ്ങനെ സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ എനിക്ക് വായിച്ചു എൻ്റെ കുറവുകളെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. നമുക്കതിൽ നിരപ്പ് പ്രാപിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഈ ദൈവവചനം നമ്മളെ ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് ഈ യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് നമുക്കൊന്ന് വായിക്കാം. സോറി, യാക്കോബ് 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ളൂ. സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഒരു പാർഷ്യാലിറ്റിയും ഒരു മുഖപക്ഷവും കാണിക്കാൻ പാടില്ലെന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ വളരെ ശക്തമായി പറയുന്നു. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും, നിങ്ങളുടെ ചർച്ചിനകത്ത് ഒരാൾ നല്ല ആഡംബരമുള്ള അല്ലെങ്കിൽ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് പൊന്മോതിരം ഇട്ടും, സ്വർണ്ണമൊക്കെ അന്ന് ആ കാലഘട്ടത്തിൽ ഒരു സ്വർണ്ണം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവും കൂടെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഒരു ആഭരണം ധരിച്ചിരുന്നു. അപ്പോൾ പൊന്മോതിരം ധരിച്ചുകൊണ്ട് ഒരുത്തൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു ദരിദ്രന്, അപ്പൊ ആ സമയത്ത് ഒരു ഭക്തൻ അവനും കർത്താവിൽ പ്രത്യാശ വെച്ചിരിക്കുകയാണ്. തേജസ്സുള്ള കർത്താവിന്റെ ശരീരത്തിനായിട്ട് അവനും പ്രത്യാശ വെച്ചുകൊണ്ടിരിക്കുന്നു, അതും പ്രാപിക്കാനായിട്ട്. അങ്ങനെ രണ്ടുപേർക്കും പ്രത്യാശയുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ രണ്ടുപേരും സഭയിൽ കർത്താവിനെ ആരാധിക്കാൻ വരും. ഒരാൾ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് പൊന്മോതിരം ഇട്ടുകൊണ്ട് വരുമ്പോൾ വേറൊരാൾ വലിയ സാധാരണ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് ഇതൊന്നുമില്ലാത്ത രീതിയിൽ ഒരു ദരിദ്രൻ വന്നു കഴിഞ്ഞാൽ, ഒരു എളിയവൻ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കിയിട്ട് ഇവിടെ സുഖേന അവിടെ വന്ന് ഇരിക്കുക എന്ന് ഫ്രണ്ടിലോട്ട് നമ്മളെങ്കിൽ ഏറ്റവും മാന്യമായ ഒരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തുകയും ദരിദ്രനോട് ഒന്നും ഇല്ലാത്തോണ്ട് പറയും, നീ അവിടെ നിൽക്കാലം, അല്ലെങ്കിൽ എന്റെ പാദപീഠത്തെങ്കിൽ അല്ലെങ്കിൽ നീ എന്റെ പാദപീഠത്തിൽ ഇരിക്കുക എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാത്ത ന്യായരഹിതമായി വിധിക്കുന്നവരല്ലേ. ഇതൊക്കെ ഭയങ്കരമായ നമ്മളെ ടച്ച് ചെയ്യുന്ന ഓരോ ഭാഗങ്ങളാണ്. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ എപ്പോഴും സാധുക്കളെ, വിശന്നവരെ, അലഞ്ഞു നടക്കുന്നവരെ, ദരിദ്രന്മാരെ ഒക്കെ ചേർത്ത് നിർത്തി തൻ്റെ ദാസരൂപം, അതാണ് കർത്താവിൻ്റെ ഭാവം, അതാണ് ദാസരൂപം, കഷ്ടതയുടെ സഹനത്തിൻ്റെ ഭാവമാണ് ക്രിസ്തു വെളിപ്പെടുത്തിയത്. ഈ ഭാവം ഇതെല്ലാം പ്രിയമുള്ളവരെ നമ്മളിതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇതിൽ കൂടെ എൻ്റെയും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡുകളെ മനസ്സിലാകാനായിട്ട് കഴിയും. ഞാൻ ആ ഭാഗം വിടുന്നു. സ്തോത്രം 17-ാമത്തെ വാക്യത്തിൽ ഞാൻ എല്ലാ ഭാഗങ്ങളും വായിക്കാൻ സമയമില്ല. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. നമ്മൾ നേരത്തെ പറഞ്ഞു മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണണം. അവിടെ പറയുന്നു, ഇവിടെ പ്രോവർബ്സ് 3:7 പറയുന്ന ഒരു വാക്യമാണ് അവിടെ കൂട്ടിയിരിക്കുന്നത്. നീ നിനക്ക് തന്നെ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. 1 കൊരിന്ത്യർ 1:27 പറഞ്ഞു, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു, ബലമുള്ളവനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. എപ്പോഴും കർത്താവ് തിരഞ്ഞെടുക്കുന്ന പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ അല്ല, ലോകത്തിലെ സമ്പന്നന്മാരെ അല്ല, ഇല്ലാത്തവരെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവം അവരെ ബലഹീനമായി തിരഞ്ഞെടുത്ത് ബലമുള്ളവരെ ലജ്ജിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തെ തിരഞ്ഞെടുപ്പ് എപ്പോഴും അങ്ങനെയാണ്. സ്തോത്രം. നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമായിട്ടാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. നമുക്കറിയാം, മോശ ഒരു കൊലപാതകിയായിരുന്നു, ഒരു മിസ്രൈമിനെ അടിച്ചിട്ട് മുങ്ങിയ പാർട്ടിയാണ്. പക്ഷേ ദൈവം ഉപയോഗിച്ചത് മോശയാണ്. പഞ്ചഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ 5 പുസ്തകങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, പെന്ററ്റോക്ക് എഴുതാനായിട്ട് ദൈവം ഉപയോഗിച്ചത് മോശയാണ്. 2.5 മില്യൺ ആൾക്കാരെ മിസ്രൈമിൽ ഈജിപ്തിലേക്ക് വിടുവിപ്പാൻ വേണ്ടി ദൈവം ശക്തമായിട്ട് അങ്ങനെ ഉപയോഗിച്ചു. അപ്പോൾ ബലഹീനരായ ആൾക്കാരെ ദൈവം തിരഞ്ഞെടുത്തു, ബലമുള്ളവരെ രക്ഷിക്കുവാനായിട്ട്. അതിൻ്റെ നമുക്ക് 17-18 വാക്യങ്ങളിൽ പ്രതികാരം ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. അതിൽ പറഞ്ഞ, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരോടും മുമ്പിൽ യോഗ്യമായി മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായി ഇരിക്കും എന്ന് ഇവിടെ പറയുന്നു. അവിടെ നമുക്ക് ഒരു പ്രതികാര മനോഭാവം നമുക്ക് പാടില്ല. കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. 1 Thessalonians 5:15 വാക്യത്തിൽ പൗലോസ് ആരും തിന്മയ്ക്ക് പകരം
തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുക. സ്നേഹത്തിന്റെ ഒരു ഭാഷ്യങ്ങളാണ്. 1 പത്രോസ് 3-9 വാക്യത്തിൽ പറയുന്നു, ദോഷത്തിന്, ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ, അത് കുറച്ചുകൂടെ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ. ഇപ്പൊ നമ്മോട് ആരെങ്കിലും ദോഷം ചെയ്തിട്ട് നമുക്ക് പകരം ചെയ്യാനുള്ള വ്യവസ്ഥയില്ല. അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവമാണ് അതിനെ ന്യായം വിധിക്കേണ്ടത്. ദൈവമാണ് അതിൻ്റെ തീർപ്പ് കൽപ്പിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും അവൻ അങ്ങനൊന്ന് വരണം എന്ന് നമ്മൾ ചിന്തിക്കാൻ കൂടി പാടില്ല എന്നുള്ള ഒരു വചനമാണ് ഇവിടെ ശക്തമായിട്ട് ഓർപ്പിക്കുന്നത്. അത് കർത്താവ് ചെയ്ത ആ ഒരു ഇമേജാണ് ഇവിടെ പത്രോസ് കോട്ട് ചെയ്തിരിക്കുന്നത്. ദോഷത്തിന് ദോഷവും സകാരത്തിന് സകാരവും പകരം ചെയ്യരുത്. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന്, ഈ ഭൂമിയിലെ അനുഗ്രഹത്തെക്കുറിച്ചല്ല, നിത്യമായ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ വിളിക്കപ്പെട്ടത് കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ബ്ലെസ് ചെയ്യണം, അവരെ അനുഗ്രഹിക്കണം, അവരെ ശപിക്കുവാനായിട്ട് പാടില്ല എന്നുള്ളത് നമുക്ക് പലപ്പോഴും നമുക്ക് ആ ഭാഗങ്ങളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ പറയുന്നത് സകല മനുഷ്യരോടും സമാധാനമായി ഇരിപ്പിൻ, സകല മനുഷ്യരോടും സമാധാനമായി ഇരിക്കുവിൻ എന്ന് പറയുന്നു. അതിൻ്റെ നമുക്ക് ആ ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് മറ്റ് റെഫറൻസുകളൊന്ന് നോക്കാം. ഹല്ലേലൂയ. അതിൻ്റെ 2 കൊരിന്ത്യർ 13:11 പറയുന്നു, തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പിൻ, യഥാസ്ഥാനപ്പെടുവിൻ, ആശ്വസിച്ചുകൊള്ളുവിൻ, ഏക മനസ്സുള്ളവരാകുവിൻ, സമാധാനത്തോടെ ഇരിപ്പിൻ, എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ഈ ഭാഗങ്ങളൊക്കെ വിവരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് എല്ലാവർക്കും പൊതുവിൽ അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് അത്രയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എബ്രായലേഖനം 12:14 പറയുന്നു, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടെ ആരും കർത്താവിനെ കാണുകയില്ല. ആ ഭാഗം വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായ, നമുക്ക് മറ്റുള്ളവരുമായിട്ടൊരു സമാധാനമില്ലെങ്കിൽ നമ്മുടെ ശുദ്ധീകരണത്തിന് അതൊരു തടസ്സമാണോ എന്ന് ഒരു ചിന്ത വരുന്നുണ്ട് അവിടെ. സ്തോത്രം. കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കുന്നതിൽ എവിടെയെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഹല്ലേലൂയ, അതുകൊണ്ട് പറഞ്ഞ് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ എന്നുള്ള ഒരു വചനമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കഴിയുമെങ്കിൽ നമ്മൾ അകത്തുള്ളവരോട് മാത്രമല്ല പുറത്തുള്ളവരോടും എന്നുള്ള ഒരു വചനം പൗലോസ് പറയുന്നുണ്ട്. പുറത്തുള്ളവരോടും നമ്മൾ സമാധാനം, മറ്റുള്ളവർ, നമ്മുടെ രക്തത്തുള്ളവർ, നമ്മളെ ഉപദ്രവിക്കുന്നവരും മറ്റു പ്രിയപ്പെട്ടവരോട്, ഇവരോടൊക്കെ തന്നെ നമുക്കൊരു സമാധാനം ഉണ്ടായിരിക്കാനായിട്ട് കഴിയുന്നിടത്തോളം, നിങ്ങളാൽ കഴിയുന്നിടത്തോളം, നിങ്ങൾക്ക് ആസ് മച്ച് ആസ് യു ക്യാൻ എന്നുള്ള ആ ഒരു വേർഡാണ് പൗലോസ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരു പ്രിയമുള്ളവരെ, നമുക്ക് മറ്റുള്ളവരുമായിട്ടൊരു സമാധാനമില്ലെങ്കിൽ അത് ശുദ്ധീകരണത്തിനൊരു തടസ്സമായി തീരാതെ അത് എല്ലാവരോടും സമാധാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായി ശുദ്ധീകരിക്കപ്പെട്ടവരായി മാറേണ്ട ഒരു കാര്യം കൂടെ ഇവിടെ നമ്മളെ ഈ ഭാഗത്ത് എബ്രായ ലേഖനകർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നു. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. നമ്മളെ ശുദ്ധീകരിച്ചില്ല എങ്കിൽ, പൂർണ്ണമായ ഒരു ശുദ്ധീകരണം നമ്മൾ നടന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാനായിട്ട് കഴിയത്തില്ല. നമുക്ക് ആരോടെങ്കിലും കയ്പോ വിരോധദ്വേഷമോ ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ദൈവസാന്നിധ്യം വരുത്തില്ല. കാരണം നമ്മൾ ആ സമയത്ത് നമ്മളെ പ്യൂരിഫിക്കേഷൻ നടന്നിട്ടില്ല. അപ്പം നമ്മളെ ദൈവിക സമാധാനം, ദൈവിക സാന്നിധ്യവും നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്നെങ്കിൽ മനസ്സിലാക്കണം നമ്മൾ ഓൾറെഡി ശുദ്ധീകരിക്കപ്പെട്ടു എന്നുള്ള ഒരു ഫെയ്ത്ത് ലെവലിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. പ്രതികാരം, പ്രിയമുള്ളവരെ, 19 വാക്യം, നിങ്ങൾ തന്നെ പ്രതികാരം, ഡു നോട്ട് ടേക്ക് റിവെഞ്ച് മൈ ഡിയർ ഫ്രണ്ട്സ് ബട്ട് ലീവ് റൂം ഫോർ ഗോഡ്സ് റാത്ത് എന്ന് ഇവിടെ പറയുന്നു. പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ, ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. ദൈവകോപത്തിന് ഇടം കൊടുക്കണം. അത് നമ്മൾ ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യമാണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ എബ്രായ ലേഖനം 10:30 പറയുന്നുണ്ട്. അത് മോശയുടെ ഒരു വചനങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരുടെ വഴുതും കാലത്തേക്ക് പ്രതികാരവും പ്രതിഫലവും എൻ്റെ പക്കലുണ്ട്, അവരുടെ അനർത്ഥ ദിവസം അടുത്തിരിക്കുന്നു, അവർക്ക് ഭവിപ്പാനുള്ളത് ബന്ധപ്പെടുന്നു. എബ്രായർ 10:30 വായിക്കും. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടുമെന്നും കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കും എന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നല്ലോ. പ്രതികാരം ദൈവത്തിൻ്റെ കാര്യമാണ്. നമ്മളായിട്ട് ആരോടും ഒരു റിവെഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. നമ്മളത് എല്ലാവരോടും
ഉള്ളൊരു ഒരു ഉപദേശമാണ്. നമ്മളെ ഉപദ്രവിക്കുക, നമുക്കെതിരായിട്ട് നിൽക്കുന്ന ഏത് വ്യക്തിക്കായാലും നമ്മൾ ആ വിഷയം ദൈവത്തിൻ്റെ സന്നിധിയിനകത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവം അതിനകത്ത് ന്യായം വിധിക്കുക. അത് 1 പത്രോസ്, നമ്മൾ 2-ാം അധ്യായത്തിൽ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവിന് നേരത്തെ നമ്മൾ വായിച്ചു, കർത്താവ് ഒന്നും ചെയ്തില്ല, പകരത്തിന് പകരോ സകാലത്തിന് സകാരോ ഒന്നും ചെയ്തില്ല. കർത്താവ് ചെയ്ത ഒറ്റ കാര്യമുള്ളൂ. ഹല്ലേലൂയ. ആ വിഷയം അവിടെ പത്രോസ് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, സ്തോത്രം, അവനെ തന്നെ സഹാരിച്ചിട്ട് പകരം സഹാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവയെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. അപ്പൊ ദൈവമാണ് നമ്മളെ ന്യായം വിധിക്കുന്നത്. നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ ഏത് മേഖലയിലും നമുക്കെതിരെ നിൽക്കുന്ന ഏത് വ്യക്തികളുമായിക്കൊള്ളട്ടെ, അവരോടൊക്കെ ദൈവം ന്യായം വിധിക്കും. ദൈവം തക്ക സമയത്ത് അത് പ്രതികാരം ചെയ്യും എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. സ്തോത്രം. അതാണ് ഇവിടെ ഡു നോട്ട് ടേക്ക് റിവെഞ്ച് മൈ ഡിയർ ഫ്രം ബട്ട് ലീവ് ഫോർ ഗോഡ്സ് റാത്ത്. ദൈവത്തിന്റെ കോപത്തിന് ഇടം കൊടുക്കുക. ഇറ്റ് ഈസ് റിട്ടൺ, ഇറ്റ് ഈസ് മൈൻ ടു അവൻസ്. പ്രതികാരം എനിക്കുള്ളൂ. ഐ വിൽ റീപേ സേ ദ ലോർഡ്. ഞാൻ അതിന് പകരം വീട്ടും എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇഫ് യുവർ എനിമി ഈസ് ഹംഗ്രി ഫീഡ് ഹിം, ഇഫ് ഹി ഈസ് thirsty give him something to drink. In doing this you will heap burning coals on his head. അത് സദൃശവാക്യം 25-ന്റെ 21-ാമത്തെ വാക്യമാണ് പൗലോസ് ഇവിടെ കൂട്ടിയിരിക്കുന്നത്. നിന്റെ ശത്രു വിശക്കുന്നുവെങ്കിൽ അവനെ തിന്നുവാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കുക. അപ്പോൾ ശത്രു നമ്മളെ കൊല്ലാൻ നടക്കുന്ന, നമ്മളെ ഉപദ്രവിക്കാൻ നടക്കുന്ന വ്യക്തിക്ക് അവൻ വിശന്നു കഴിഞ്ഞാൽ അവനെ ഭക്ഷിക്കാൻ കൊടുക്കാനും അവന് ദാഹിച്ചാൽ വെള്ളം കൊടുക്കാനും ഒക്കെ നമ്മളത് ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ആക്ച്വലി അതിൻ്റെ ഒരു ശരിയായ രീതിയിൽ പറയുകയാണെങ്കിൽ, നമ്മളിങ്ങനെ ഒരു ശത്രു നമുക്കെതിരായിട്ട് നിൽക്കുന്ന, നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ എത്രത്തോളം സ്നേഹിച്ച് നമുക്ക് എല്ലാം കൊടുക്കുമ്പോൾ അവന് തന്നെ ഒരു നാണക്കേടുണ്ടാകും. അതിൽ കൂടെ അവനൊരു മാനസാന്തരപ്പെടണം. സ്തോത്രം. ഞാൻ ഇത്ര ഉപദ്രവിച്ചിട്ട് ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നു. അങ്ങനെ എത്രയോ പേര് മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. അതവിടെ പറയുന്നേ. നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും. തീക്കനൽ എന്ന് പറയുന്നത് അത് നല്ലൊരു പദമായിട്ടല്ല അവിടെ ഉപയോഗിക്കുന്നത്. അതൊരു ന്യായവിധിയുടെ ലക്ഷണമാണ്. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. തീക്കായിട്ട് അല്ലെങ്കിൽ കർത്താവിൽ വിശ്വസിക്കാത്തവരെല്ലാം തീയിലോട്ട് കൊണ്ടിട്ട് ചുട്ടുകളയെന്നാണ് പറയുന്നത്. നീ ഇത് ചെയ്യുമ്പോൾ അവൻ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ അവൻ ഓരോ ദിവസവും അവൻ്റെ തലയിൽ ന്യായവിധി കൂട്ടി വെക്കുകയാണ്. ദൈവത്തിൻ്റെ ശിക്ഷാവിധി അത് തീക്കനൽ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ ഉയർത്തി വെക്കുന്നതായിട്ട് അങ്ങനെയാണ് അവിടെ പറയുന്നത്. നീ അത് ചെയ്താൽ അത് അവന് ശിക്ഷാവിധി കൂടത്തേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ശത്രു അത് മാനസാന്തരപ്പെടുന്നില്ല, അത് അവന് ശിക്ഷാവിധിക്ക് യോഗ്യമായി തീരും. അവൻ തീക്കനൽ കൂട്ടിവെക്കുന്ന അല്ലെങ്കിൽ ആ ശിക്ഷയുടെ വിധിക്ക് കൂട്ടിവെക്കുകയാണ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. മാത്രമല്ല, നമ്മളെ ഇതിൽ കൂടെ ആ ശത്രുവിനെ നമുക്ക് ഒരു മിത്രമാക്കി തീർക്കുവാനായിട്ട് കഴിയട്ടെ. ഞാൻ ഭാഗങ്ങളുടെ സമയം കടന്നുപോയല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഈ വാക്യമാണ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നത് പൗലോസ്. ഇവിടെ ഇതിൻ്റെ എല്ലാത്തിനെയും ഡു നോട്ട് ബി ഓവർകം ബൈ ഈവിൽ ബട്ട് ഓവർകം ഈവിൽ വിത്ത് ഗുഡ്. പ്രിയമുള്ളവരെ, ഈ ഭാഗങ്ങളൊക്കെ ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. കർത്താവ് നമ്മളെ പഠിപ്പിച്ച മാതൃകയാണ്. കർത്താവ് ഒരിക്കലും ഹല്ലേലൂയ ആരോടും തിന്മ ചെയ്തതായിട്ട് നമുക്ക് അറിയത്തില്ല. അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. ദൈവത്തിൻ്റെ നേച്ചർ അതാണ്. അവൻ ആ സകല നന്മകളാൽ ആ തിന്മകളെ ജയിച്ച അതേ മാതൃകയാണ് നമ്മൾ പിന്തുടരേണ്ടത്. ഈ 9:21 വാക്യങ്ങൾ വായിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, പലപ്പോഴും നമ്മുടെ ആറ്റിറ്റ്യൂഡ്, മറ്റുള്ള നമ്മുടെ മനോഭാവം, നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ നിഗളം, നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമ്മുടെ സഹോദരന്മാരോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അവരുള്ള പ്രവൃത്തികൾ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഈ വചനം നമ്മളെ സഹായിച്ചു. അവിടെയൊക്കെ നമ്മുടെ കുറവുകൾ, നമ്മൾ തികഞ്ഞവരായിട്ടല്ല, നമ്മൾ 100% ചെയ്തു എന്നുള്ള അർത്ഥത്തിലല്ല, ഇതിനുവേണ്ടി നമ്മൾ ഉത്സാഹിപ്പാനും ഇത് നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ നീതി, ഇതാണ് ദൈവിക നീതി എന്ന് പറയുന്നത്. ഈ നീതി ഇതാണ് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നത്. ഈ പരിജ്ഞാനം
നമ്മൾ ഇത് പ്രാപിച്ച് അതനുസരിച്ച് നടക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ തന്നെ ഈ ദൈവജനത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടും ഞാനും നിങ്ങളും ഒരുപോലെ ഇതിനായിട്ട് ഉത്സാഹിക്കണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളെ എക്സോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ശുശ്രൂഷ വിരമിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.